സുരക്ഷിത കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന നയതന്ത്രപരമായി മാത്രം ആഗോള കാര്യങ്ങളിൽ ഇടപെടുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് യുദ്ധഭീതിയിലാണ്. ആദ്യഘട്ടത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് ഗൾഫിലെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടും നീങ്ങുന്നുവെന്നതാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ഉന്നമിടുന്നതിന്റെ കാരണം എന്താണ്? പരിശോധിക്കാം. ഇറാനെതിരായ US-ഇസ്രായേൽ സംയുക്ത ആക്രമണം അടുത്തൊന്നും അവസാനിക്കില്ലെന്ന സൂചന ഇതിനകം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 4-5 ആഴ്ചകളോളം യുദ്ധം നീണ്ടു നിന്നേക്കുമെന്നും ഇറാനെ ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ലെന്നും അവരുടെ ആണവായുധ മോഹങ്ങളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും മികച്ച സാഹചര്യമായാണ് ഈ യുദ്ധത്തെ കാണുന്നതെന്നും ട്രംപ് പറയുന്നു. Our objectives are clear. First, we're destroying Iran's missile capabilities, and you see that happening on an hourly basis. എന്നാൽ യുദ്ധം നീണ്ടുപോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും വിശിഷ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ തിരിച്ചടിയുമായിരിക്കും. ജോലി തേടി ഗൾഫിലെത്തിയ നിരവധി പേരുടെ ജീവിതം താറുമാറാവുമെന്ന ഭയമല്ല അത്. ഇന്ത്യ അടക്കമുള്ള ആഗോള രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഘടനയിൽ തന്നെയുള്ള പ്രതിസന്ധിക്ക് കാരണമാവുമെന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത് അവിടെ US പ്രതിരോധിക്കാൻ ശ്രമിക്കില്ലെന്ന ബോധ്യത്തിന് പുറത്താണ്. ഗൾഫ് സാമ്പത്തിക ശക്തിയുടെ ഹൃദയമെന്ന് വിളിക്കാവുന്ന ഖത്തറിലെയും സൗദി അറേബ്യയിലെയും ഊർജ്ജ സംവിധാനങ്ങളെ ഇറാൻ ആക്രമിച്ചു. സൗദിയിലെ ഏറ്റവും വലിയ ആരാംകോ ഓയിൽ റിഫൈനറിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. തുടർച്ചയായ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ LNG അഥവാ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഉൽപാദനം നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. കുവൈത്തിലെ മിന അൽ അഹമ്മദി റിഫൈനറിയിലും ആക്രമണമുണ്ടായി. കുവൈത്തിലെ ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ ശ്രമിക്കുന്ന എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ ഇനിയും ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോളതലത്തിൽ തന്നെ എണ്ണവില വർദ്ധിക്കുന്നതിനും കാരണമാകും. ഒരു യുദ്ധം എന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഒമാൻ ഇറാൻ-ഇസ്രായേൽ സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ സഹോദര രാജ്യങ്ങളെ അല്ല ആക്രമിക്കുന്നതെന്നും US സൈനിക താവളങ്ങളെ അഥവാ US-നെ തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിക്കുന്നതിന് പിന്നിൽ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ തന്നെ US-നോട് ആവശ്യപ്പെടുമെന്ന തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. 3 പതിറ്റാണ്ടിലേറെയായി UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത സ്ഥിരതയുടെയും സമാധാനത്തിന്റെയും മുഖമാണ് ഈ യുദ്ധത്തിലൂടെ തകർന്നു വീണത്. സുരക്ഷിതത്വം മിഥ്യയാണെന്നും പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലാക്കാൻ ഈ ഇറാൻ-US-ഇസ്രായേൽ സംഘർഷം തന്നെ ധാരാളമാണെന്നും വ്യക്തമായിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ മാത്രമല്ല, ദുബായിലെയും അബുദാബിയിലെയും ആഡംബര ഹോട്ടലുകൾ വരെ ആക്രമിക്കപ്പെട്ടു. സുരക്ഷിത സ്വർഗം എന്ന് പേരുകേട്ട ദുബായിയും ഇനി അത്തരമൊരു അംഗീകാരത്തിന് അർഹമല്ലെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ ആക്രമണം കടുപ്പിച്ചത്. ഖമനേയി ഇറാന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങളുടെ തന്നെ പരമോന്നത നേതാവാണ്. ഖമനേയിയുടെ വധത്തിന് പിന്നാലെ പാകിസ്ഥാനിലും ഇന്ത്യയിൽ കാശ്മീരിലും അടക്കം ഷിയ മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലസ്തീനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ പലപ്പോഴും GCC രാജ്യങ്ങൾ മൗനം പാലിച്ചപ്പോഴും ഗാസയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം ഇറാനാണ്. ആണവായുധമടക്കം ലോകത്തെ തന്നെ വലിയ ആയുധശേഖരം കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന US-ഉം ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഇസ്രയേലുമാണ് ഭാവിയിൽ ആണവായുധം ഉണ്ടായാൽ ആപത്തെന്ന് ആരോപിച്ച് ഇറാനെതിരെ യുദ്ധം നടത്തുന്നത്. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാനെതിരെ തിരിച്ചടിക്കാൻ ഒരുക്കമാണെന്ന മുന്നറിയിപ്പ് നൽകിയ ഏക ഗൾഫ് രാജ്യം സൗദി അറേബ്യയാണ്. ഇറാൻ ആക്രമണം തുടർന്നാൽ സൗദി സായുധ സേനയ്ക്ക് തിരിച്ചടിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഏറെക്കാലമായി ഇറാനും സൗദിയും തമ്മിൽ നേരിട്ടുള്ള വൈര്യം നിലനിൽക്കുന്നുണ്ട്. ഖമനേയി കൊല്ലപ്പെടുന്ന ദിവസം ഫെബ്രുവരി 28-ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇറാന് നേരെ ആക്രമണം നടത്താൻ US-നോട് ആവശ്യപ്പെട്ടുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമെല്ലാം നടത്തിയ അതേ തന്ത്രം വിജയിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമത്തിന് മുന്നിൽ എത്ര കണ്ട് ഇറാന് പിടിച്ചു നിൽക്കാനാവുമെന്ന ചോദ്യമുണ്ട്. സുന്നി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ US-ഇസ്രായേൽ പ്രീണനം ഇറാനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നും യുദ്ധാനന്തരം കണ്ടറിയേണ്ടതാണ്.